അബ്സേർഡ് ലിറ്ററേച്ചർ ഇതൊരു മൂവ്മെൻറ്റിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റുന്നത് ആസ് എ ലിറ്റററി റൈറ്റിംഗ് സ്റ്റൈൽ ആയിട്ടാണ്. അബ്സേർഡ് ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തൊരു ഏരിയയാണ് അബ്സേർഡ് ലിറ്ററേച്ചർ. സോ അതിൻ്റെ മെയിൻ ആസ്പെക്റ്റ് വരുന്നത് ഹ്യൂമൻ കണ്ടീഷൻ ദേ ടെൽ ദാറ്റ് ഇറ്റ്സ് എസെൻഷ്യലി അബ്സേർഡ്. ആൻഡ് ഇൻ ലിറ്ററേച്ചർ വെൻ ദിസ് ഇസ് പോർട്രേഡ് ദറ്റ് ഓൾസോ ബിക്കംസ് അബ്സേർഡ്. അതുവരെയുമുള്ള എന്നുവെച്ചാൽ വേൾഡ് വാറാണ് ആക്ച്വലി ഈ ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറിലേക്ക് അല്ലെങ്കിൽ അതിനോടുള്ളൊരു ടെൻഡൻസി ടു സ്റ്റിക്ക് ഓൺ ടു അബ്സേർഡിസം ആസ് ആൻ ആസ്പെക്റ്റ് ഓഫ് ലിറ്ററേച്ചർ ഓർ അതിലേക്ക് കൂടുതലൊരു ഇൻട്രസ്റ്റ് കുറച്ച് ഒരു ഏരിയ ഓഫ് റൈറ്റിംഗ് ആയിട്ട് ഇത് മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദി ഹൊറേഴ്സ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് അപ്പം ഹ്യൂമൻ കണ്ടീഷൻ തന്നെ അബ്സേർഡായി മാറി. വേൾഡ് നമ്മൾ ആസ് എ ഹോൾ ഇപ്പം വൈ ഡു വി ലിവ്, വൈ ഡു വി ഏൺ, വൈ ഡു വി ട്രൈ ടു സർവൈവ് അവർസെൽസ്, ഇങ്ങനെയുള്ള എല്ലാത്തിനും ഒരു റീസണും ഇല്ല എന്നുള്ള രീതിയിൽ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ ദാറ്റ് വാസ് ഫ്രസ്ട്രേറ്റഡ്. അതിൻ്റെ ബേസിസിലാണ് ഹ്യൂമൻ കണ്ടീഷൻ തന്നെ അബ്സേർഡാണ് എന്നുള്ളൊരു തിങ്കിങ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം റൈറ്റേഴ്സ് തിങ്കേഴ്സ് മുന്നോട്ട് വന്നത്. ആൻഡ് ദേ ഇൻട്രൊഡ്യൂസ്ഡ് അബ്സേർഡ് ലിറ്ററേച്ചർ. So the traditional assumption that human beings are fairly rational creatures living in a partially intelligible universe capable of heroism, dignity, ഇതൊക്കെയാണ് ട്രഡീഷണലി ഹ്യൂമൻ ബീയിങ്സിൻ്റെ പറ്റിയിട്ടുള്ളൊരു അസംഷൻ. കാരണം ആനിമൽസാണ് ഹ്യൂമൻ ബീയിങ്സ്, ദേ ആർ ആനിമൽസ് എന്ന് പറയുമ്പോഴും ഫ്രം അതർ ആനിമൽസ് ദേ ആർ somewhat different with some of the features, some of the exclusive features. റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദേ റൈവൽ അതർ ആനിമൽസ് നോർമൽ ഒരു ആനിമലിസ്റ്റിക് എന്നുള്ളതിനേക്കാൾ ഹ്യൂമൻ എന്ന് പറയുന്നതിൽ തന്നെ ഒരു സം കൈൻഡ് ഓഫ് എ ഡിഫറൻസ് ദേ അസേർട്ട്. ഇപ്പോൾ ട്രഡീഷണൽ അസംഷൻ അങ്ങനെയാണ്. അതേസമയം അബ്സേർഡ് ലിറ്ററേച്ചറും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെ മെയിൻ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത് ജാൻ പോൾ സാർട്രെ, ആൽബർട്ട് കാമോ, ഇവരൊക്കെയാണ്. അപ്പോൾ അവരുടെ റൈറ്റിങ്സിൽ തന്നെയും ഓൾമോസ്റ്റ് ഓൾ ദി ക്യാരക്ടേഴ്സ് ആർ ലൈക്ക് അബ്സേർഡ്. അവരുടെ നമ്മളൊരു റിയലിസ്റ്റിക് ഫിക്ഷനിലോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഹീറോ ഓറിയൻറ്റഡ് നോവൽസിലോ ഒന്നും കാണുന്ന ഒരു റാഷണൽ മോഡ് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ, സ്ട്രക്ചർ ഓഫ് പ്ലോട്ട്, ഇതൊന്നും നമ്മൾക്ക് എക്സിസ്റ്റൻഷ്യൽ നോവൽസിലോ അല്ലെങ്കിൽ അബ്സേർഡ് ലിറ്ററേച്ചറിലോ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൽ ഹ്യൂമൻ ബീയിങ്സിന് എന്ന് പറയുന്ന പോർട്രേ ചെയ്യുന്നത് തന്നെ ഐസൊലേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിലും റാഷണൽ ലെവലിൽ നിൽക്കാത്ത ഔട്ട് ഓഫ് വിറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഇവരുടെ ഈ പറയുന്ന അബ്സേർഡ് ലിറ്ററേച്ചറിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെ അണ്ടറിൽ വരുന്ന നോവൽസിലോ അല്ലെങ്കിൽ അത് മറ്റുള്ള ആർട്ട് ഫോംസിലോ കാണിക്കുന്നത്, പോർട്രേ ചെയ്യുന്നത്. അപ്പം അതിൽ ഹ്യൂമൻ ബീയിങ്സിനെ അവർ ഐസൊലേറ്റഡ് ആയിട്ടും അലിയൻ ഫ്രം യൂണിവേഴ്സ് അതിന് ദേ ആർ ഡിസ്കണക്റ്റഡ് ഫ്രം ദി യൂണിവേഴ്സ്. സോ വിത്തൗട്ട് ട്രൂത്ത്, വാല്യൂ, മീനിങ്. സോ ദറ്റ് ഈസ് ആക്ച്വലി ഇറ്റ്സ് എ ഫ്രൂട്ട്ലെസ് സെർച്ച് ഫോർ സിഗ്നിഫിക്കൻസ്. ലൈക്ക് അതിൽ ഒരു പല വർക്ക്സും അതിലെ ക്യാരക്ടേഴ്സും എടുത്ത് അനലൈസ് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് ലൈക്ക് ആംഗിഷ്ഡ് ആൻഡ് അബ്സേർഡ് എക്സിസ്റ്റൻസ്. അപ്പം പല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ അവരുടെ ലൈഫിൽ ഈ പറയുന്ന റൈറ്റിങ്സിൽ പോർട്രേഡ് ആവുന്ന കാര്യങ്ങൾ നമ്മളൊരു റാഷണൽ ഒരു റീഡിങ്ങിൽ നമുക്കൊരിക്കലും വൈ ഡു ദേ ഡു സോ, എന്താണ് ഇതിലൊരു ഒന്നും കണക്ട് ചെയ്യാൻ പോലും പറ്റാത്തത്രയും അബ്സേർഡ് ആയിട്ടുള്ള ടേം ഇറ്റ് സെൽഫ് ഈസ് കൈൻഡ് ഓഫ് അബ്സേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഇറാഷണൽ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അതിലേറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള പ്ലേ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ഫേമസ് സെൻറ്റൻസ് ഗോസ് ലൈക്ക് നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ്, ഇറ്റ്സ് ഔഫുൾ. സോ ഇറ്റ്സ് ഗ്രോട്ടസ്ക്ലി കോമിക് എ പ്ലേ. ഇറ്റ്സ് സോ ഇറേഷണൽ, നോൺ കോൺസിക്വൻഷ്യൽ. അതിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 2 പേര് ദേ ആർ വെയിറ്റിംഗ് ഫോർ ഗോദോ. അവർ ഗോദോനെ വെയിറ്റ് ചെയ്തിരിക്കുക. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന പ്ലേയിൽ അതിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന വ്ളാഡിമിർ ഈസ്ട്രഗൺ, ദേ വെയിറ്റിംഗ് ഫോർ എ പേഴ്സൺ നെയിംലി ഗോദോ. അപ്പോൾ പ്ലേ തുടങ്ങുന്നത് മുതൽ ഇവർ വെയിറ്റ് ചെയ്യുവാണ് ഫോർ എൻ അൺനോൺ ക്യാരക്ടർ. എന്തിന് ഈ പറയുന്ന ഗോദോ, വെദർ ഹി വിൽ കം അല്ലെങ്കിൽ ഇഫ് ഹി കംസ് sooner or later, what is the purpose,
ആർ ദേ ഗോയിങ് ടു ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഹിം, ഇതൊന്നും അറിയാതെ ജസ്റ്റ് വെയിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ്. അറ്റ് ടൈംസ് എ ബോയ് കംസ് ആൻഡ് ടെൽസ് ദാറ്റ് നോ ഹി വോണ്ട് കം. അങ്ങനെയുള്ള എന്നിട്ട് സ്റ്റിൽ ദേ ആർ ഗോയിങ് ഓൺ വെയിറ്റിംഗ്. അതിനിടയിൽ പറയുന്ന വേർഡ്സാണ് ഈ പറയുന്നത്. നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ്. സോ ദിസ് ഈസ് ദ എക്സാക്ട് സ്ട്രക്ചർ ഓഫ് ദ പ്ലേ. അതിൽ അതേസമയം അവർ അതിനിടയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇറ്റ്സ് ലൈക്ക് അബ്സേർഡ്. ഒരു കാര്യം ഒരു റാഷണലി ഒന്നുമില്ല അതിനെപ്പറ്റി. നത്തിങ് ഈസ് ഇൻ എ വേ ദേ ആർ നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ് വിത്ത് ദറ്റ്. സ്റ്റിൽ ദേ ആർ ഗോയിങ് ഓൺ ടോക്കിംഗ് സംതിങ്. ഇറാഷണൽ മോഡ് ഓഫ് ടോക്കിംഗ്, ദ സ്ട്രക്ചർ ഓഫ് ദി വേർഡിങ്, എവറിത്തിങ് ഈസ് ഇറാഷണൽ. സോ അതാണ് അത് ഇറ്റ്സ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. നോട്ട് ബിക്കോസ് ദ റൈറ്റർ ഡസൻറ്റ് നോ ഹൗ ടു പോർട്രേ ബ്യൂട്ടിഫുൾ ക്യാരക്ടേഴ്സ് വിത്ത് റാഷണൽ മൈൻഡ് സെറ്റ്, റാഷണൽ ടോക്കിംഗ് സ്റ്റൈൽ. നോ, ഇറ്റ്സ് നോട്ട് ദ വേ. It is ultimately the aim is the absurd literature has its own aim to show that the world is like this. In whatever way you emphasize that it is completely with a decorum, stylistic form, അങ്ങനെയാണെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വേൾഡ് അൾട്ടിമേറ്റ്ലി ഇങ്ങനെയാണ് എന്ന് എംഫസൈസ് ചെയ്യുകയാണ് അബ്സേർഡ് ലിറ്ററേച്ചർ ചെയ്യുന്നത്. Another play by Tom Stoppard is Rosencrantz and Guildenstern are Dead. അതും അബ്സേർഡ് ലിറ്ററേച്ചറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ആൽബർട്ട് കാമോ അല്ലെങ്കിൽ കാഫ്ക, ഇവരുടെയൊക്കെ നോവൽസ് ആയാലും ദ ക്യാരക്ടേഴ്സ്, ദെയർ സിറ്റുവേഷൻ, ഇതൊക്കെയും പോർട്രേ ചെയ്യുന്നത് അബ്സേർഡ് കണ്ടീഷൻസാണ്. കാഫ്കയുടെ മെറ്റമോർഫോസിസ്, അതിൽ ഒരു ക്യാരക്ടർ വെൻ ഹി ഗെറ്റ്സ് അപ്പ് ഹി ബിക്കംസ് ഓർ ഇൻ എ വേ മെറ്റമോർഫോസിസ് ഇൻ ടു എ കോക്രോച്ച്. ഒരു ഫാമിലി വാല്യൂ, അതുവരെയും നമ്മൾ ഫാമിലി എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം വിച്ച് സപ്പോർട്ട്സ് ഇൻ എവറി കൈൻഡ് ഓഫ് പ്രോബ്ലംസ് സിറ്റുവേഷൻസ്. സ്റ്റിൽ ഇവിടെ വൺസ് ഹി ബിക്കംസ് ഇൻ എ വേ ഡീവാല്യൂഡ് ഓർ ഇൻ എ വേ ഡിഫങ്ക്ട്, ഹി ഈസ് ഇൻ എ വേ ത്രോൺ ഔട്ട് ബൈ ദി ഫാമിലി. അവർ ത്രോൺ ഔട്ട് അല്ലെങ്കിൽ അവർ അത്രയും അവോയ്ഡ് ചെയ്യുന്നൊരു ഫാമിലി. അപ്പം അങ്ങനെ എല്ലാം എവറി ഹ്യൂമൻ കണ്ടീഷൻ ഈസ് അബ്സേർഡ് ടിൽ ഹി ഈസ് ഏബിൾ ടു സ്റ്റേ ആസ് ദ ബ്രെഡ് വിന്നർ ഓഫ് ദറ്റ് ഫാമിലി, ഹി ഈസ് ടേക്കൺ കെയർ ഓഫ്. നെക്സ്റ്റ് ഡേ ഹീസ് ത്രോൺ ഔട്ട്. അപ്പം അങ്ങനെ എല്ലാം എപ്പിസോഡാണ് എന്ന് എംഫസൈസ് ചെയ്യുന്ന വേൾഡ് വാറിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ശരിക്കും ഈ ഒരു ലിറ്ററേച്ചറിലേക്ക് ലീഡ് ചെയ്തത്. ഇങ്ങനെ ഒരു ലിറ്ററേച്ചറിനെ പറ്റി തിങ്ക് ചെയ്യാൻ ഉള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. വേൾഡ് വാർ, അത് ദാറ്റ് ഷാറ്റേർഡ് ദ വേൾഡ്, ദ ഹാർമണി ഓഫ് ദ വേൾഡ് വാസ് ഷാറ്റേർഡ്.